എൻ്റെ പേര് തനുജ രഞ്ജിത്ത് എന്നാണ്. ഞാൻ ആദ്യം തുടങ്ങിയത് ബിഗോണിയയിലായിരുന്നു. ഒരു നേരം പോക്ക് എന്നുള്ള മട്ടിലാണ് തുടങ്ങിയത്. ഒരുപാട് വെറൈറ്റി കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഓരോരോ മുക്കാറ, പിന്നെ ഡെൻഡ്രോബിയം, ഓർക്കിഡിലേക്ക് തിരിഞ്ഞത്. ഈ ടൈപ്പ് തൈകൾക്ക് 110 രൂപയായിട്ടാണ് നേഴ്സറികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഞാനത് പോട്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ മൊട്ടോട് കൂടിയിട്ടാണ് 140 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒച്ച് കയറാതിരിക്കാൻ ഞാൻ എൻ്റെ ഐഡിയക്ക് ചെയ്തതാണ് ഇത്. ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ കല്ല് വെച്ചിട്ടാണ് സ്റ്റാൻഡ് വെച്ചത്. ഇതിനെല്ലാം മഴക്കാലത്ത് 2 പ്രാവശ്യം, മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഫംഗിസൈഡൊക്കെ കൊടുക്കണം. ഇതിൻ്റെ അടിയിൽ ടബിൽ വെള്ളം വെച്ചത് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബിഗോണിയ ഈ സ്റ്റാൻഡിൽ ഇത് കണ്ടില്ലേ, ടൈപ്പ് മാതിരിയാണ് ഇത് പണിതത്. അതാകുമ്പം മഴവെള്ളം വീണാലും എല്ലാത്തിലും ഒരേപോലെ വീഴും. അഞ്ചു വർഷം മുൻപ് ഓൺലൈൻ വീഡിയോകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു തുടങ്ങിയ അലങ്കാര പൂക്കൃഷി ഇന്ന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ ഒരു സമ്പൂർണ്ണ ബിസിനസ് സംരംഭമായി മാറ്റിയിരിക്കുകയാണ് എറണാകുളം ചേലാമറ്റം സ്വദേശി തോട്ടുങ്കൽ വീട്ടിൽ തനുജ രഞ്ജിത്ത്. തനുജയുടെ 45 സെന്റ് വിസ്തൃതിയുള്ള ആര്യദേവ നഴ്സറിയിലാണ് പൂക്കൾ തളിർത്ത് ഉല്ലസിച്ച് നിൽക്കുന്നത്. പ്രധാനമായും അലങ്കാര സസ്യങ്ങളുടെ ശേഖരമാണ് ഇവിടെയുള്ളത്. 1000-ലധികം ഓർക്കിഡ് ഇനങ്ങളുടെ ശേഖരം കണ്ണിന് ഇമ്പമേകുന്ന കാഴ്ചകൾ തന്നെയാണ്. ഡെൻഡ്രോബിയം, മുക്കാറ, വാൻഡ, കാറ്റ്ലിയ, രേനാന്ത്ര തുടങ്ങിയവയുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. കൂടാതെ ബിഗോണിയ, ഫെലനോപ്സിസ്, അഗ്ലോണിമ, കലാത്തിയ, ബോഗൻവില്ല തുടങ്ങിയ മറ്റ് അലങ്കാര സസ്യങ്ങളും ഇവിടെ വളർത്തുന്നുണ്ട്. ഞാൻ ആദ്യം തുടങ്ങിയത് ബിഗോണിയയിലായിരുന്നു. ഒരു നേരം പോക്ക് എന്നുള്ള മട്ടിലാണ് തുടങ്ങിയത്. പക്ഷെ അത് പിന്നെ ആൾക്കാർ വന്ന് ചെടികൾ വാങ്ങിക്കൊണ്ടുപോയി തുടങ്ങിയപ്പോൾ ഞാനത് ബിസിനസ് രീതിയിൽ തന്നെ നീങ്ങി. പിന്നെ നഴ്സറിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു ബിഗോണിയ വാങ്ങാൻ. ഒരുപാട് വെറൈറ്റി കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഓരോരോ മുക്കാറ, പിന്നെ ഡെൻഡ്രോബിയം, ഓർക്കിഡിലേക്ക് തിരിഞ്ഞത്. അത് പിന്നെ കൂടുതൽ സെയിൽ, പിന്നെ നഴ്സറിക്കാരൊക്കെ വന്നു കൂടുതൽ സെയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ രീതിയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. 4 നഴ്സറിക്കാർക്ക് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. എല്ലാ ചെടികളും കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ കൊറിയർ അയക്കുന്നുണ്ട്. ഒരു മാസം ഒരു 10-50,000 രൂപേൻ്റെ അടുത്ത് വരുമാനമുണ്ട്. അതിൽ കൂടുതലല്ലാതെ കുറയാറില്ല. നല്ല രീതിയിൽ സാധനങ്ങൾ വിറ്റ് പോകുന്നുണ്ട് എനിക്ക്. തായ്ലൻഡ് സുന്ദരികളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഡെൻഡ്രോബിയം ഇനങ്ങൾക്കാണ്. 60-ലധികം ഡെൻഡ്രോബിയം ഇനങ്ങളുടെ ശേഖരങ്ങളും 100 രൂപ മുതൽ 6000 രൂപ വരെ വിലയുള്ള ഓർക്കിഡ് സുന്ദരികളും ഇവിടെയുണ്ട്. ഈ സീഡ്ലിംഗ് തൈ ഞാൻ തായ്ലൻഡിൽ നിന്ന് വരുത്തുന്നതാണ്. മാസം ഒരു വണ്ടി വെച്ച് വരുന്നുണ്ട് എനിക്ക്. അത് ഞാൻ നഴ്സറികൾ, ഒരു 3-4 നഴ്സറികൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. ഈ ടൈപ്പ് തൈകൾക്ക് 110 രൂപയായിട്ടാണ് നഴ്സറികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഞാനത് പോട്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ മൊട്ടോട് കൂടിയിട്ടാണ് 140 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. 3 തട്ടുകളായുള്ള ഇരുമ്പ് സ്റ്റാൻഡിൽ മുകൾ ഭാഗം ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ച് മറച്ചാണ് ഇവിടെ ചെടികൾ വളർത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രെയിം മാത്രം കൊടുത്തിട്ട് ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കാം. അങ്ങനെ ഹോളുള്ളതുണ്ട്, നമ്മളെ കടകളിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇരുമ്പ് തന്നെയാണ്, കാസ്റ്റേൺ തന്നെയാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അത് കുറേ കഴിയുമ്പോൾ തുരുമ്പെടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിന് 2 സൈഡിലേക്കും പച്ച നെറ്റ് വലിച്ച് കെട്ടിയിരിക്കുക നല്ല ടൈറ്റിൽ. അപ്പോൾ മഴ പെയ്യുമ്പോൾ ആണെങ്കിലും 2 ലെയറായിട്ട് വേണം പച്ചനെട്ട് എടുക്കാൻ. ഈ മഴ പെയ്യുകയാണെങ്കിലും ഇതിൽ ചെറുതായിട്ട് മഴത്തുള്ളി വീഴുള്ളൂ. അപ്പോൾ അധികം വെള്ളമാവില്ല, ചീഞ്ഞു പോവില്ല. അതുകൊണ്ട് അത് ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡിയ പോലെ ചെയ്തതാണ്. പിന്നെ ഇതൊരു 300 പ്ലാന്റ് വെക്കാൻ പറ്റിയ സ്റ്റാൻഡാണിത്.
ഒച്ചിൻ്റെ ശല്യം നിയന്ത്രിക്കുന്നതിനു വേണ്ടി സ്റ്റാൻഡിൻ്റെ ചുവട്ടിൽ ചെറിയ പ്ലേറ്റിൽ വെള്ളം നിറച്ച് സ്റ്റീൽ സ്ക്രബ്ബറുകൾ ചുറ്റിവെച്ചിട്ടുണ്ട്. ഇത് ചെടികളെ ഒച്ചിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇത്തരം നുറുങ്ങു വിദ്യകൾ ഇവിടെ തനുജ ഫലപ്രദമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. ഓർക്കിഡിൻ്റെ പ്രധാന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പും പിന്നെ നമ്മളെ ഒച്ചുമാണ്. അപ്പോൾ ഒച്ച് കയറാതിരിക്കാൻ ഞാൻ എൻ്റെ ഐഡിയക്ക് ചെയ്തതാണ് ഇത്. ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ കല്ല് വെച്ചിട്ടാണ് സ്റ്റാൻഡ് വെച്ചത്. അപ്പോൾ അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഒച്ച് കയറില്ല. ഈ സ്ട്രബ് ഉള്ളതുകൊണ്ട് ഒച്ച് മേലോട്ട് കയറാനുള്ള ഇതുണ്ടാവില്ല, അത് മുറിയും. അത് പരിപരത്തേൻ്റെ പ്രതലത്തിൽ ഒച്ച് കയറൂല. അതുകൊണ്ട് എനിക്ക് ഒച്ചിൽ നിന്ന് ഇതിനെ രക്ഷിക്കാൻ പറ്റുന്നുണ്ട്. കൃഷിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുന്നതിനും കർഷകരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള കൃഷിയുമായി മുന്നോട്ട് പോകുന്നതിനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അകമഴിഞ്ഞ പിന്തുണ എപ്പോഴും കൂടെയുണ്ട്. നവീനം, സുസ്ഥിരം, സ്വയം പര്യാപ്തം കാർഷിക കേരളം എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് സംസ്ഥാന കൃഷി വകുപ്പും ഹോർട്ടിക്കൾച്ചർ മിഷനും ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്തിൻ്റെ ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ പുഷ്പകൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതി ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ്. കട്ട് ഫ്ലവർ, ലൂസ് ഫ്ലവർ വിഭാഗത്തിലും ബൾബ് റൈസോമാറ്റിക് വിഭാഗത്തിലുമുള്ള വിവിധങ്ങളായ ഭൂ ഇനങ്ങളുടെ കൃഷികൾക്ക് വേണ്ടി അതിൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെ 40% വരെ സബ്സിഡി കൊടുക്കുന്ന പദ്ധതികൾ ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ നമ്മൾക്ക് നടപ്പിലാക്കുവാൻ കഴിയും. ഭൂകൃഷിയുടെ വിളവെടുപ്പാനന്തര പരിചരണത്തിലും അതിൻ്റെ സംസ്കരണത്തിലും അതിൻ്റെ വിപണനത്തിലുമൊക്കെ സഹായകമാകുന്ന പദ്ധതികൾക്ക് പുഷ്പകൃഷി സംരംഭകർക്ക് അവസരം നൽകുന്നതിനും ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതികളിലൂടെ സാധ്യമാകുന്നതാണ്. ഇൻഡോ ഡച്ച് അന്താരാഷ്ട്ര സംരംഭമായി വയനാട്ടിലെ അമ്പലവയലിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളുടെയും പൂക്കളുടെയും മികവിൻ്റെ കേന്ദ്രം സെൻറ്റർ ഓഫ് എക്സലൻസ്, അതുവഴി സംരംഭകർക്കും പൂക്കൃഷിക്കാർക്കും പൂക്കൃഷിയുടെ നൂതന സങ്കേതങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിപണന സാധ്യതകളെ സംബന്ധിച്ചുമുള്ള പരിശീലനങ്ങൾ നൽകുന്നതിനും ഹോർട്ടിക്കൾച്ചർ മിഷൻ ലക്ഷ്യമിടുന്നുണ്ട്. പൂക്കൃഷി സംരംഭവുമായി നിരവധി കർഷകർ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകുവാൻ തീർച്ചയായും ഹോർട്ടിക്കൾച്ചർ മിഷൻ കൂടെയുണ്ടാകും. അലങ്കാര കൃഷിയെ വാണിജ്യ കൃഷിയാക്കി മാറ്റി മികച്ച വരുമാനം കണ്ടെത്തിക്കൊണ്ട് മുന്നേറുന്ന ഏവർക്കും മാതൃകയാക്കാവുന്ന വനിതാ സംരംഭകയാണ് തനുജ രഞ്ജിത്ത്. അലങ്കാര വൃക്ഷങ്ങളും സസ്യങ്ങളും വളരെ വ്യാപകമായ രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മാതൃകാപരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വനിതാ സംരംഭകയാണ് ശ്രീമതി തനുജ. ഏകദേശം 3 വർഷത്തോളമായി വാണിജ്യാടിസ്ഥാനത്തിൽ മറ്റ് കർഷകർക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകയാണ് ഇവർക്ക് നമ്മളുടെ കൃഷി വകുപ്പിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരമുള്ള കട്ട് ഫ്ലവർ യൂണിറ്റും അതേപോലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫ്ലോറി വില്ലേജ് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളും നൽകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ പലതരത്തിലുള്ള കാർഷികമായ നിർദ്ദേശങ്ങളും മറ്റ് പദ്ധതികളും നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഓർക്കിഡ് സുന്ദരികളുടെ വിജയപാതയിൽ സാമ്പത്തിക സാങ്കേതിക സഹായവുമായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടെയുണ്ട്. SHMൻ്റെ സ്കീമിൽ ഓർക്കിഡും കൃഷി ചെയ്യുന്നു. 500 പ്ലാന്റിന് നമ്മൾ 25,000 രൂപ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു കർഷകയാണ്. 1000 കൂടുതൽ പ്ലാന്റ്സ് ഇവിടെ കൃഷി ചെയ്തു വരുന്നു. ഓർക്കിഡ് കൃഷികളിൽ പ്രധാനമായും കരിയാണ് മീഡിയമായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഫംഗസ് ബാധ ഒഴിവാക്കാനായി കരി സാഫ് ലായനിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ചെടികൾക്ക് ഉറപ്പ് നൽകുന്നതിനായി PVC പൈപ്പ് മൺചട്ടികളിൽ താങ്ങുകാലായി ഉപയോഗിക്കുന്നു. ഇത് ചെടികൾ മറിഞ്ഞു വീഴുന്നത് തടയുന്നു. കൃഷിരീതികളിൽ ജൈവ രാസവളങ്ങൾ സംയോജിപ്പിച്ചുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ഇൻസെക്ടിസൈഡും ഫംഗസ് ബാധയ്ക്കെതിരെ ഫംഗിസൈഡും ഫോളിയാർ വളങ്ങളും കൃത്യമായ ഇടവേളകളിൽ തളിച്ചു കൊടുക്കണം.
ഇതിനെല്ലാം മഴക്കാലത്ത് 2 പ്രാവശ്യം, മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഫംഗിസൈഡൊക്കെ കൊടുക്കണം. സാഫോ അങ്ങനെയുള്ള ഫംഗിസൈഡുകളില്ലേ, അത് മാസത്തിൽ പിന്നെ 2 പ്രാവശ്യം അടിക്കേണ്ടി വരും മഴക്കാലത്ത്. അല്ലാത്ത സമയത്ത് 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പം സാഫ് അടിച്ചാൽ മതി. പിന്നെ ഇതിലൊരു തരം പ്രാണി വരുന്നുണ്ട്. ആ പ്രാണിയാണ് ഇതിങ്ങനെ കടിച്ചതിൻ്റെ നീരൂറ്റി കുടിച്ചിട്ടാണ് ഇത് പിന്നെ കറുത്ത നിറം വരുന്നത്. മുട്ടുകളുടെ മേലുള്ള ഇതാണ് അത് നീരൂറ്റി കുടിക്കുന്നത്. അതിനൊരു മഞ്ഞ നിറത്തിലുള്ള ഒരു ടവലുണ്ട്, അത് വാങ്ങാൻ കിട്ടും, അത് കെട്ടി വെച്ചാലും മതി. ഇതിന് ചെടികൾക്ക് വളമായിട്ട് ഞാൻ കൊടുക്കുന്നത് DAPയും പിന്നെ എന്താ 19 ഒക്കെയാണ് അടിക്കുന്നത്. ഇതിൻ്റെ പ്രാണി വരുന്നതിന് അടിക്കുന്നത് വേറെ ഫംഗിസൈഡാണ് അടിക്കുന്നത്. പിന്നെ സാഫ് ഉപയോഗിച്ച് ഇതിൻ്റെ അടിഭാഗത്ത് സാഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഈ ഒച്ച് സാധനങ്ങളൊക്കെ കളയാനാണ് സാഫ് ഉപയോഗിക്കുന്നത്. അത് 2 മാസം കൂടുമ്പോഴാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മഴ സമയത്തും അല്ല, മഞ്ഞ് സമയത്തും വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ അതാണ് ഉപയോഗിക്കേണ്ടത്. മഴ സമയത്ത് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും അടിക്കേണ്ടി വരും ഈ ഫംഗിസൈഡ്. പിന്നെ അതിൻ്റെ അടിയിലുള്ള ഇതൊക്കെ എടുത്ത് പുല്ലൊക്കെ പറിച്ച് കളയണം. പിന്നെ അതുകൂടാതെ പഴുത്ത ഇലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. പിന്നെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്പ് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്, അത് കട്ട് ചെയ്ത് കളയണം. ഓർക്കിഡ് വേരുകൾ വായു സഞ്ചാരത്തിനും ഈർപ്പത്തെ ആഗിരണം ചെയ്യാനും സഹായിക്കുന്ന സവിശേഷമായ കഴിവുകളുള്ള വേരുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ സ്റ്റാൻഡിനും ചുവട്ടിലായി പ്ലാസ്റ്റിക് ട്രേകളിൽ വെള്ളം നിറച്ചു വച്ചിരിക്കുന്നത് ഓർക്കിഡുകളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാകുന്നു. ഇതിൻ്റെ അടിയിൽ ടബിൽ വെള്ളം വെച്ചത് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം വെള്ളം അടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, ഇതിനൊക്കെ ഏരിയൽ റൂട്ട് മരത്തതാണ്. അതുകൊണ്ടാണ് ഇത് ടബിൻ്റെ അകത്തുനിന്ന് ഇത് വലിച്ചെടുത്തുകൊള്ളും വെള്ളം. അതിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാ സ്ഥലത്തും ഇത് കാണില്ല, ഞാനിവിടെ ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ട് വളരുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തപ്പോൾ. കൂടാതെ അമിതമായ വെയിൽ നിയന്ത്രിക്കുന്നതിനായി കൈകൊണ്ട് മാറ്റാൻ സാധിക്കുന്ന തരത്തിൽ കർട്ടനുകളും ഓരോ സ്റ്റാൻഡിലും ഇട്ടിട്ടുണ്ട്. ചൂടിൻ്റെ കാഠിന്യമനുസരിച്ചാണ് ഇത് ക്രമീകരിക്കുന്നത്. ഇലകളിലൂടെ വർണ്ണവിസ്മയം തീർക്കുന്ന ബിഗോണിയയുടെ വലിയൊരു ശേഖരമാണ് ഇവിടെയുള്ളത്. ഈ ബിഗോണിയ ഈ സ്റ്റാൻഡിൽ ഇത് കണ്ടില്ലേ, ടൈപ്പ് മാതിരിയാണ് ഇത് പണിതത്. അതാകുമ്പം മഴവെള്ളം വീണാലും എല്ലാത്തിലും ഒരേപോലെ വീഴും, കുത്തനെ വീഴൂല. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ പ്രോട്ടീൻ മിക്സർ ഇട്ടത് മണലാണ്. മണലിൻ്റെ അകത്താണ് ഇത് നട്ട് കൊടുക്കുന്നത്. മണലിൽ ഒരു അല്പം മണ്ണും വേണം, എന്നിട്ടാണ് ഇത് നടുന്നത്. വേറെ ചാണപ്പൊടി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഇവിടുന്ന് നമ്മൾ കയറ്റി വിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ജിഫി ബാഗിൽ ആക്കിയിട്ട് പോട്ട് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. പുറമേക്കൊക്കെ കയറ്റി വിടുന്നുണ്ട് ഈ സാധനം. പിന്നെ പൂനെന്നും പിന്നെ കുറേ അമേരിക്കൻ തൈകളൊക്കെയാണ് ഉള്ളത് ഇവിടെ. ഇത് ഡബിൾ ടിസ്റ്റഡ് വെറൈറ്റിയാണ്. ഇത് എല്ലായിടത്തിലും ഉണ്ടാകുന്ന ടൈപ്പല്ല, ഇത് അമേരിക്കൻ പ്ലാന്റ് ആണ് കൂടുതലും ഇവിടെ ഉള്ളത്. പിന്നെ പൂന വെറൈറ്റി ഉണ്ട് കുറേ. ഇത് നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് മണലുണ്ട് ഇവിടെ, മണലിൽ കുത്തി വയ്ക്കുക. അപ്പോൾ അത് ആയിക്കോളും. ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഇതിൽ പുതിയ നാമ്പ് വന്നോളും. ഇതിലൊക്കെ പുതിയ നാമ്പ് വരുന്നതാണിത്. കുഞ്ഞു അതൊക്കെ അത് നട്ടതാണ്, അല്ല ലീഫ് നട്ടതാണ്. എന്നിട്ട് ഒരുവിധം വലുപ്പമാകുമ്പം അതെടുത്തിട്ട് നമ്മൾ ജിഫി ബാഗിലേക്ക് ആക്കി വയ്ക്കും. അങ്ങനെയാണ് അത് വേര് പിടിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത്. വിപണനം പ്രധാനമായും എക്സിബിഷനുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയുമാണ്. നേരിട്ട് വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കൾക്കും കൊറിയർ വഴി ദൂരെയുള്ളവർക്കും കൂടാതെ നഴ്സറികളിലേക്കും ഇവിടെ നിന്നും വിൽപ്പന നടത്തുന്നുണ്ട്. കാർഷിക സംരംഭത്തോടൊപ്പം തന്നെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളും നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റും തനുജ നടത്തുന്നുണ്ട്. നവമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും പ്രയോജനപ്പെടുത്തി വളർത്തിയെടുത്ത ഈ സംരംഭത്തിന് പിന്നിൽ തനുജയോടൊപ്പം അനന്തരവളായ ജനിഷ കൂടിയുണ്ട്. ഓൺലൈൻ പ്രമോഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാമിയോടൊപ്പം ജനിഷയും ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുകയാണ്.
ആക്ച്വലി മാമി ഇവിടെ ഓൾറെഡി ഗാർഡൻ പ്ലാന്റൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ മാമി ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, ഹെർബലായിട്ട് എന്തെങ്കിലും പ്രോഡക്ട്സോ സോപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പോൾ മാമിക്ക് ഓൺലൈൻ വഴി സപ്പോർട്ട് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാമിനോട് പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഞാൻ ഫുൾ സപ്പോർട്ടുണ്ട്, മാമി ഇത് തുടങ്ങിക്കോ. അങ്ങനെയാണ് ഈ സോപ്പ് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യം നാച്ചുറലി ക്യാരറ്റ് പപ്പായ ഒക്കെ വെച്ചിട്ട് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി. അത് സക്സസ് ആയി എന്ന് കണ്ടപ്പോൾ പിന്നെ ഓരോ എന്താ പറയുക, നമ്മൾ ഗൂഗിളിൽ ഓരോ റിസർച്ചും ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാമി ക്ലാസ്സിന് പോയി, ഇവിടെ തൃശ്ശൂരാണ് ക്ലാസ്സിന് പോയത് സോപ്പ് ഉണ്ടാക്കുന്നതിന് തന്നെ. അവിടെ നിന്നാണ് ബേസ് മെറ്റീരിയൽസ് എല്ലാം മേടിക്കുന്നത്. ഈ മോൾഡും ബേസും അലോവേര ജെല്ലും എല്ലാം അവിടെ നിന്ന് തന്നെ മേടിക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന തന്നെ കുറേ പ്ലാന്റ് ഐറ്റംസ് ഉണ്ട്. ഈ കരിമഞ്ഞൾ, പിന്നെ പപ്പായ, പിന്നെ ശംഖുപുഷ്പം, ചെമ്പരത്തി എല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന തന്നെ വെച്ചിട്ട് കുറച്ച് ബേസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ ഷാമ്പൂയിലേക്ക് മാറിയത്. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷാമ്പൂവും ഉണ്ടാക്കാം, പിന്നെ ഫേസ് വാഷും ഉണ്ടാക്കാം. അപ്പോൾ അതിലും പിന്നെ എക്സ്ട്രാ കുറച്ചും കൂടെ പഠിച്ചതിന് ശേഷമാണ് ഈ ഷാമ്പൂ, ഫേസ് വാഷും പിന്നെ ഫേസ് ക്രീം എല്ലാം ഉണ്ടാക്കി തുടങ്ങിയത്. എന്തായാലും ഞങ്ങൾ പ്രൊഡക്ട്സ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും ട്രൈ ചെയ്ത ആൾക്കാരും എല്ലാവരും പറയും നല്ല പ്രൊഡക്റ്റാണെന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പ്രയോജനപ്പെടുത്തി എങ്ങനെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്ന ആശയമാണ് ജിയാജൻ എന്ന ബ്രാൻഡിൽ സംരംഭമായി ഉടലെടുത്തത്. ശംഖുപുഷ്പം, രാമച്ചം, മഞ്ഞൾ, ഉലുവ, ചാർക്കോൾ, പപ്പായ, ദന്തപ്പാല, റെഡ് വൈൻ, കുങ്കുമപ്പൂവ്, അലോവേര, കഴുതപ്പാല്, ആടിൻ്റെ പാല് തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ സോപ്പുകൾ, നീലാമരി, ദന്തപ്പാല എന്നിവ ഉപയോഗിച്ച് ഹെയർ ഓയിലുകളും, ശംഖുപുഷ്പം ഉപയോഗിച്ചുള്ള ഫേസ് വാഷുകളും, ചെമ്പരത്തിയും ശംഖുപുഷ്പവും ഉപയോഗിച്ചുള്ള ഷാമ്പുകളും, ബീറ്റ്റൂട്ട്, റോസ് എന്നിവ ഉപയോഗിച്ച് ലിപ് ബാമുകളും, കറുവപ്പട്ട, ബീറ്റ്റൂട്ട് എന്നിവ ഉപയോഗിച്ചുള്ള ലിപ്സ്റ്റിക്കുകളും ഫേസ് ക്രീമുകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ വിപണനം നടത്തുന്ന യുവതലമുറയുടെ കാര്യക്ഷമതയും താൽപ്പര്യവും ഇത്തരം സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവുകയാണ്. തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും സർക്കാർ പിന്തുണയിലൂടെയും ശ്രീമതി തനുജ പുഷ്പകൃഷി മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിലും ശ്രദ്ധേയമായ സംരംഭമായി ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരികയാണ്. സ്ത്രീ ശക്തിയുടെ ഉദാത്ത മാതൃക തീർക്കുന്ന തനുജയുടെ സംരംഭങ്ങൾ കൂടുതൽ ഉന്നതികളിലേക്ക് എത്തട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9846091145.